ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു സീമ ഫുഡ്സ്. ഇന്ന് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഒരു മയോണൈസ് റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഹോം മെയ്ഡ് മയോണൈസ് റെസിപ്പി. അതും ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പോലും സക്സസ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡിലാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ പറയുന്ന ഓരോ പോയിൻറ്റും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് ഒരു മുട്ട, പിന്നെ മിക്സിയുടെ ജാറ്. മുട്ട എടുക്കുന്ന സമയം ശ്രദ്ധിക്കണം, ഫ്രിഡ്ജിൽ വെച്ചതാവാൻ പാടില്ല. അതേപോലെ മിക്സിൻ്റെ ജാർ എടുക്കുമ്പോഴും ചട്നി ജാർ എടുക്കണം. അതും നന്നായി തുടച്ച് ഉണക്കിയതിന് ശേഷം എടുക്കണം. മുട്ട ഒഴിച്ചതിന് ശേഷം 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, അത്രയും തന്നെ കുരുമുളക്, അത്രയും തന്നെ പഞ്ചസാര, 2 അല്ലി വെളുത്തുള്ളിയും ഇട്ടതിന് ശേഷം ഫുൾ സ്പീഡിൽ 15 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1/4 ഭാഗം ചേർത്ത് വീണ്ടും 15 സെക്കൻഡ് ഫുൾ സ്പീഡിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ ഭാഗം ഓയിൽ ഒഴിച്ചെടുക്കണം. എന്നിട്ട് വീണ്ടും ഫുൾ സ്പീഡിൽ തന്നെ 15 സെക്കൻഡ് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 പ്രാവശ്യമായിട്ടാണ് ഓയിൽ ഒഴിച്ചെടുക്കുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗവും ഒഴിച്ചെടുക്കണം. എന്നിട്ട് ഫുൾ സ്പീഡിൽ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം മയോണൈസിൻ്റെ പരുവം ആയി കിട്ടും. ഈ ഒരു പരുവം മതിയെങ്കിൽ ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കണ്ട, നമുക്ക് ഈ രീതിയിൽ വാങ്ങാം. എനിക്ക് കുറച്ചും കൂടി നല്ല കട്ടിക്ക് തന്നെ മയോണൈസ് വേണം. അതുകൊണ്ട് ബാക്കിയുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അതും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ 4 പ്രാവശ്യമായിട്ട് ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് 15 സെക്കൻഡ് വീതം നല്ല ഫുൾ സ്പീഡിൽ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇപ്പോൾ കറക്റ്റായിട്ടുള്ള പരുവത്തിൽ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മയോണൈസാണിത്. ഇനി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആർക്കും ഒരിക്കലും ഫെയിലാവില്ല. ഞാൻ പറയുന്ന ഈ കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ മയോണൈസ് ഉണ്ടാക്കുക. ഫ്രിഡ്ജിൽ വെച്ച യാതൊന്നും മയോണൈസിന് ഉപയോഗിക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിൽ മയോണൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും അറിയിക്കണം. ഇനി ഫ്ലേവർ വേറെ വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടിയോ ചാറ്റ് മസാലയോ ഗരം മസാലയോ എന്ത് വേണം നിങ്ങൾക്ക് ചേർക്കാം. ഞാൻ പ്ലെയിൻ ആയിട്ടുള്ള മയോണൈസാണ് ഷെയർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പീസുമായി കാണാം. ബൈ ബൈ.